സാമൂഹ്യ പരിഷ്കർത്താക്കളും അധിനിവേശ വിരുദ്ധ പോരാളികളുമായ പൊന്നാനിയിലെ മഖ്ദൂം പരമ്പരയുടെ ചരിത്രം പൊതുസമൂഹത്തിന് പകർന്നു നൽകുന്നതിന് മഖ്ദൂം സ്മാരകത്തിന് വീണ്ടും തുക അനുവദിച്ച് സംസ്ഥാന ബജറ്റ്. സ്മാരകത്തിന് 50 ലക്ഷം രൂപ നേരത്തെ വകയിരുത്തിയിരുന്നുവെങ്കിലും പദ്ധതിക്ക് കാര്യമായ അനക്കങ്ങളൊന്നുമുണ്ടായിരുന്നില്ല. മഖ്ദൂം പരമ്പരയിലെ പ്രമുഖനും വിശ്വപ്രസിദ്ധ പണ്ഡിതനും ചരിത്രകാരനുമായ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന് പൊന്നാനിയിൽ സ്മാരകം വേണമെന്ന ദീർഘനാളത്തെ ആവശ്യത്തിന് വഴി തുറന്നിരിക്കുന്ന തരത്തിലായിരുന്നു അന്നത്തെ പ്രഖ്യാപനത്തെ സ്വീകരിച്ചത്. സ്മാരകം എവിടെയായിരിക്കണമെന്ന കാര്യത്തിൽ ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും വ്യക്തമായ തീരുമാനമാകാതെ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയായിരുന്നു. മഖ്ദൂം ഗ്രന്ഥരചന നടത്തുകയും താമസിക്കുകയും ചെയ്ത പൊന്നാനി വലിയ പള്ളിക്ക് സമീപത്തെ ഭൂമിയിൽ സ്മാരകം നിർമ്മിക്കണമെന്നതായിരുന്നു ആവശ്യം. സംസ്ഥാന സർക്കാരിന്റെ കൈവശമുള്ള മാതൃശിശു ആശുപത്രിക്ക് സമീപത്തെ ഭൂമിയും പരിഗണിച്ചിരുന്നു. വലിയ പള്ളിക്ക് സമീപത്തെ ഭൂമിയിൽ സ്വകാര്യ ട്രസ്റ്റിന്റെ മേൽനോട്ടത്തിൽ സ്മാരക നിർമ്മാണം പാതി വഴിയിലാണ്. ഇത് സർക്കാർ ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തിയാക്കണമെന്ന ആവശ്യമുയർന്നിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ യാതൊരു തുടർച്ചയുമുണ്ടായില്ല. പൊന്നാനി കർമ്മമണ്ഡലമായി തെരഞ്ഞെടുത്ത സൈനുദ്ദീൻ മഖ്ദൂം രചിച്ച ചരിത്ര ഗ്രന്ഥമായ തുഫത്തുൽ മുജാഹിദീൻ, കർമ്മശാസ്ത്ര ഗ്രന്ഥമായ ഫതഹുൽ മുഈൻ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ അന്താരാഷ്ട്ര സർവകലാശാലകളിൽ ഉൾപ്പെടെ പാഠ്യവിഷയമാണ്. പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്ത ആദ്യ ചരിത്ര ഗ്രന്ഥമായ തുഫത്തുൽ മുജാഹിദീൻ 38 ഭാഷകളിലേക്ക് പരിഭാഷ ചെയ്തിട്ടുണ്ട്. ലോകം ആദരിക്കുന്ന മഹാപ്രതിഭയ്ക്ക് കർമ്മമണ്ഡലമായ പൊന്നാനിയിൽ ഇതുവരെയും അനുയോജ്യമായ സ്മാരകം ഉയർന്നിട്ടില്ല. മഖ്ദൂം രണ്ടാമൻ ഗ്രന്ഥരചന നടത്തിയ വീട് ഇന്നില്ല. മഖ്ദൂം സ്മാരകത്തിനായി കെട്ടിട നിർമ്മാണം ആരംഭിച്ചെങ്കിലും വർഷങ്ങളായി പാതി വഴിയിൽ നിലച്ച നിലയിലാണ്. കേന്ദ്ര വ്യോമയാന മന്ത്രിയായിരുന്ന CA ഇബ്രാഹിമിന്റെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റിന്റെ സഹായത്തോടെ സ്മാരക മന്ദിരം നിർമ്മിക്കാനാണ് ആലോചിച്ചിരുന്നത്. എന്നാൽ അത് സാധ്യമായില്ല. മഖ്ദൂം സ്മാരകത്തിനായുള്ള പ്രപ്പോസൽ സർക്കാരിന് മുന്നിലുണ്ട്. മുൻ നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണന്റെ ഓഫീസ് മുഖേന സംസ്ഥാന ബജറ്റിന്റെ പരിഗണനയ്ക്ക് സമർപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 50 ലക്ഷം രൂപ അനുവദിച്ചത്. തുക പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സാംസ്കാരിക വകുപ്പിന് മുന്നിൽ പുതിയൊരു പ്രപ്പോസൽ സമർപ്പിച്ചിരുന്നു. മഖ്ദൂമിന്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ പ്രദർശിപ്പിക്കുന്ന മ്യൂസിയം, ചരിത്ര ഗവേഷണ കേന്ദ്രം എന്നിവ ഉൾക്കൊള്ളിച്ചുള്ള സ്മാരക മന്ദിരമാണ് പരിഗണിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക ട്രസ്റ്റിന് രൂപം നൽകാനും തീരുമാനിച്ചിരുന്നു. മഖ്ദൂം പരമ്പരയിലെ ഒട്ടുമിക്കവരും വ്യത്യസ്തങ്ങളായ സംഭാവനകൾ അർപ്പിച്ചവരാണ്. മഖ്ദൂം ഒന്നാമനാണ് പൊന്നാനിയിലെ വലിയ പള്ളി സ്ഥാപിച്ചത്. മഖ്ദൂം മൂന്നാമനും നാലാമനും നിരവധി വിശ്വപ്രസിദ്ധ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇവർ മഖ്ദൂം തങ്ങളുടെ പാരമ്പര്യത്തിൽ സാമ്രാജ്യത്വ വിരോധം, വിദ്യാഭ്യാസ രംഗത്ത് സാധാരണക്കാരനായ മുസ്ലിം സമുദായത്തിൽപ്പെട്ട അന്നത്തെ കാലഘട്ടം നമ്മൾ ആലോചിക്കണം. അക്ഷരാഭ്യാസമില്ലാത്ത സമൂഹത്തിനകത്ത് മഹാഭൂരിപക്ഷം കിടക്കുന്നൊരവസ്ഥ. ആ സമയത്താണ് ഈ വിദ്യാസമ്പന്നമായ സമൂഹം എനിക്ക് ചുറ്റുമുള്ള സാധാരണക്കാരുണ്ടാവണം എന്ന ആഗ്രഹത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ആ മഖ്ദൂം തങ്ങളെ ഒരു സ്മാരകം ഇതുവരെ ഇവിടെ എന്നോ ഉയർന്നു വരേണ്ടതായിരുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ സവിശേഷമായ പ്രത്യേകതകൾ എല്ലാം നമുക്ക് അറിയുന്നതാണ്. നമുക്കുള്ളത് അതിന് 3 കോടി രൂപയാണ് നമുക്ക് അനുഭവിച്ചിട്ടുള്ളത്. അതിന് ആവശ്യമായ വേണ്ടി വന്നാൽ സ്ഥലം കണ്ടെത്തുന്നതിനെ സംബന്ധിച്ചും ഒരു ധാരണയിലേക്ക് നീങ്ങുന്നുണ്ട്. നമുക്ക് ആവശ്യമായ അതും ഒരു മനസ്സ് കണ്ടുകൊണ്ട് തന്നെയാണ്. അത് സ്ഥലം കിട്ടുന്നവരപ്പോൾ നമ്മൾ പറയുന്നത് ശരിയല്ല എന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ അതും കൂടി കണ്ടെത്തിക്കൊണ്ട് നല്ലൊരു സ്മാരകം ഇവിടെ വളരെ വൈകാതെ തന്നെ നിർമ്മിക്കാൻ നമുക്ക് കഴിയും. ഇവിടെ അതിനുള്ള ഒരു വലിയ ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട്. ഗവൺമെൻറ് ആവശ്യമായ ഫണ്ട് അതിനു വേണ്ടി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഇതും പൊന്നാനിക്ക് കിട്ടിയിട്ടുള്ള വലിയ ഒരു നേട്ടമായിട്ട് നമ്മൾ കാണുന്നു. ഈ മഖ്ദൂം സ്മാരകം സ്ഥലം കണ്ടെത്തിയില്ലെങ്കിൽ പണം ലാപ്സായി പോകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അടിയന്തരമായി സ്ഥലം കണ്ടെത്താൻ സർക്കാർ ശ്രമിക്കും. സർക്കാരിൻ്റെ മനസ്സിലൊരു സ്ഥലമുണ്ട്, എൻ്റെ മനസ്സിലൊരു സ്ഥലമുണ്ട്. ഞാനിപ്പോൾ അതെന്ന് വെച്ചാൽ ഡിസ്ക്ലോസ് ചെയ്യാത്ത എന്താ പറഞ്ഞാൽ ഇനി അതിൻ്റെ മുകളിൽ വലിയ ഇതിലേക്ക് കിടക്കേണ്ടതായിട്ടാണ് നമ്മളൊരു സ്ഥലം കണ്ടെത്തിക്കൊണ്ട് തന്നെ സർക്കാരിൻ്റെ സമ്മതത്തോടു കൂടി സർക്കാർ അതിന് എല്ലാ സഹായം ചെയ്യും എന്നാണ് പൂർണ്ണമായിട്ട്. നമ്മൾ ഈ വിഷയം നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വിഷയം ഉണ്ടായിരുന്നു, തർക്കങ്ങളുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയുന്ന പോലെ ആ തർക്കത്തിലേക്ക് കിടക്കാണ്ട് സ്മാരകം വരലാണ് ഇവിടെ ആവശ്യം. ആ തർക്കങ്ങളുണ്ടായിരുന്ന കുടുംബപരമായ തർക്കം, ചില വ്യക്തി താല്പര്യ തർക്കം, പല തർക്കങ്ങളുണ്ടായിരുന്നു. ആ തർക്കം മറികടക്കാനുള്ള ഒരു വഴിയും കൂടി ആലോചിച്ചിട്ടാണ് ഈ പ്രാവശ്യം ഈ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ഈ മഖ്ദൂം തങ്ങൾ നമ്മുടെ സമൂഹത്തിനാകെ ചെയ്തിട്ടുള്ള സേവനം, അതാണ് പ്രശ്നം. കേരളീയ സമൂഹത്തിലേക്ക് ആ കാലഘട്ടത്തിൽ ചരിത്രത്തിൻ്റെ വലിയ രൂപത്തിലേക്കുള്ള സംഭാവന നൽകിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം. ആ പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറയ്ക്ക് അറിയില്ല ആ കാലത്ത്, പോർച്ചുഗീസുകാരുടെ കാലം മുതൽക്ക്. അപ്പോൾ ആ കാലത്ത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം
നെതർലാൻഡ് യൂണിവേഴ്സിറ്റിയിലും പല യൂണിവേഴ്സിറ്റികൾക്കകത്തും ഇപ്പോഴും പഠനങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. അത്ര യൂണിവേഴ്സിറ്റികളായിട്ടുള്ള ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇടക്കാലത്ത് ഞാൻ ഡോക്ടർ വെളുത്താട്ട് കേശവനുമായിട്ട് ഈ വിഷയങ്ങൾ വിശദമായി സംസാരിച്ചാണ് അദ്ദേഹത്തിന് ഇതിനെ പറ്റി കൂടുതൽ അറിയാം. വെളുത്താട്ട് കേശവൻ അന്ന് സംസാരിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നടക്കാതെ പോയി. ഈ പ്രാവശ്യം ആ നടക്കാതെ പോയ സാഹചര്യങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടാണ് പുതിയ ഗ്രൂപ്പ് നടക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കുന്നത്. അതിനെ സംബന്ധിച്ചൊരു ഗ്രൗണ്ട് പ്രാഥമികമായ ചർച്ച ഈ ബഡ്ജറ്റിന് മുമ്പ് തന്നെ നമ്മൾ വിദഗ്ധന്മാരുമായി നടത്തിയിരുന്നു. നമുക്കിതിന് സംഭാവന നൽകാൻ കഴിയുന്ന ആൾക്കാർ നടത്തിയിരുന്നു. അവരുടെ ചില അഭിപ്രായങ്ങളിലും നമ്മൾ കണക്കെടുത്തുകൊണ്ടാണ് ഈ സ്മാരകം നിർമ്മിക്കുക. അതിനുള്ള ഒരു ഗ്രൗണ്ട് ഒരുക്കാൻ നമുക്ക് കഴിയും.